കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് 5 ലക്ഷം രൂപ വീതം ലഭിക്കുന്നത്. അതായത് 5 ലക്ഷം രൂപയുടെ ചികിത്സാ കാർഡാണ് നമുക്ക് ലഭിക്കുക. അത് നമ്മളുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ വഴി, അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും ശസ്ത്രക്രിയകൾ, അതോടൊപ്പം തന്നെ ഡോക്ടറുടെ ഫീസ്, മരുന്നുകൾ, അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ മുറി വാടക, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. ആയുഷ്മാൻ ഭാരത് വയാവന്ദന കാർഡ് എന്ന രീതിയിലാണ് മുതിർന്ന പൗരന്മാർക്ക് ഈ രീതിയിൽ കാർഡ് വിതരണം ആരംഭിച്ചത്. എന്നാൽ ഇതിൽ പുതിയ പരിഷ്കരണത്തിന് വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാർലമെന്ററി സമിതി. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് കൂടുതൽ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന കേന്ദ്ര സർക്കാരിനോട് ഇവിടെ ശുപാർശ ചെയ്യുന്ന സമിതിയാണിത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് ഇവർ കൈമാറാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നത്. എന്നാൽ ഇത് പര്യാപ്തമല്ല എന്ന്, അതായത് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ നൽകുന്നത് കൊണ്ട് ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കാതെ വരുന്നുണ്ട്. അതുമാത്രമല്ല, ആയുർദൈർഘ്യവും കുറഞ്ഞു വരുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ആ ഒരു തുടക്കം തന്നെ ഇവർക്ക് ആരോഗ്യ പരിരക്ഷ ഏർപ്പെടുത്തുക, അതും പ്രധാനമന്ത്രിയുടെ ഈ സ്കീമിൽ ഏർപ്പെടുത്തി 5 ലക്ഷം രൂപ വീതം ഇവർക്ക് നൽകുക. ഇവിടെ പ്രത്യേകിച്ച് സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നും തന്നെ പരിഗണിക്കരുത് എന്ന നിർദ്ദേശം മുൻപ് തന്നെയുള്ളതാണ്. അത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് അംഗീകരിച്ചും പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ APL എന്നോ BPL എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഇവരെ എല്ലാം പദ്ധതിയുടെ ഭാഗമാക്കണമെന്നാണ് ഏറ്റവും പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് ഇതിൻ്റെ നിർദ്ദേശം സമർപ്പിച്ചതേ ഉള്ളൂ. ഇത് പരിഗണിക്കണോ വേണ്ടയോ എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠനശേഷം തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇനി അത് മാത്രമല്ല, നിലവിൽ ഈ ഒരു പദ്ധതിയോടൊപ്പം തന്നെ ചികിത്സാ പദ്ധതികളിൽ കൂടുതൽ ഇളവുകൾ, അതായത് നമുക്ക് ഒരു ദിവസം ആശുപത്രിയിൽ എത്തിച്ചേരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കാനിങ് ടെസ്റ്റുകൾ പറഞ്ഞാൽ പോലും, അത് CT ആയിക്കോട്ടെ, MRI ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള വിവിധ സ്കാനിങ് ആണ് എങ്കിൽ പോലും, ഇനി അതല്ല നമുക്ക് ഡേ കെയർ പ്രൊസീജിയർ പോലെ ചെയ്യുന്ന വിവിധ ക്രമീകരണങ്ങളാണ് എങ്കിൽ പോലും, പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഡയാലിസിസ് രോഗികളൊക്കെ ഒരുപാടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് തെറാപ്പികൾ ചെയ്യാനൊക്കെ വിധേയരാകുന്നവർ നിരവധിയാണ്. അവരൊക്കെ ഓരോ ദിവസവും പോയി ചെയ്തിട്ട് പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കൂടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചികിത്സാ രീതികൾ കൂടി ഇതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണമെന്നുള്ള പ്രധാന നിർദ്ദേശവും ഈ പാർലമെന്ററി സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പരിഗണിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സംസ്ഥാനത്ത് രാജ്യമെമ്പാടുമുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം ഈ കാർഡ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നിലവിൽ നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴി നമുക്കിപ്പോൾ രജിസ്റ്റർ ചെയ്ത കാർഡ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. അതിനെല്ലാം മുൻപ് നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് നമ്മളുടെ ആധാർ കാർഡ് ഏറ്റവും കൃത്യതയാർന്നതാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പേരിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളുടെ ജനന വർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യതയാർന്നതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അത് പ്രവർത്തനക്ഷമമാണോ എന്ന കാര്യം കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യം കൂടി ലഭ്യമാകേണ്ടതിന് ആധാറുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ കൂടി ചെയ്ത് പൂർത്തിയാക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിയിൽ ഈ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ രാജ്യമെമ്പാടുമുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഇത് മാറുകയും ചെയ്യും. വളരെ വൈകാതെ ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി കേന്ദ്ര സർക്കാർ നൽകുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.